Hello, good morning. The animal kingdom first two classes കണ്ടിട്ടുണ്ടാവുമല്ലോ ഓർക്കുന്നുണ്ട് എന്തൊക്കെയാ പഠിച്ചതെന്ന് animal classification basis പഠിച്ചു based on habits, habitat and cellular organization. അതിനുശേഷം രണ്ട് ഫൈല പഠിച്ചു നമ്മൾ just previous classൽ phylum Porifera and phylum Coelenterata. Poriferans എന്തായിരുന്നു example sponges, and for coelenterates you learnt about Hydra, Physalia, corals, Obelia, Aurelia ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ പുതിയൊരു ഫൈലം പഠിക്കുകയാണ്, phylum Ctenophora. See the spelling of Ctenophora on the screen. Here C is silent. Phylum Ctenophora. In this phylum, the example is Pleurobrachia. Pleurobrachia, see the picture of Pleurobrachia. It's also called as comb jelly or sea walnut. Comb jelly or sea walnut. See the structure. Adinte symmetry endana? Is it bilateral? No. Radial symmetry aanu. They are marine organisms with a radially symmetrical body. Marine organisms with a radially symmetrical body, they are diploblastic and tissue level of organization. Diploblastic എന്താണെന്ന് അറിയാലോ, 2 germ layers ഉണ്ടെങ്കിൽ, and tissue level of organization. In Pleurobrachians you can see a specialized structure. ഇങ്ങനെ ഒരു structures അതിന്റെ ബോഡിയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. And these hanging structures are nothing but comb plates. 8 comb plates are there, and these comb plates are locomotory in function. What is locomotion? Movement of an organism from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഓർഗാനിസം നീങ്ങുന്നതിനാണ് ലോക്കോമോഷൻ എന്ന് പറയുക. ഈ ലോക്കോമോഷന് സഹായിക്കുന്ന ഒരു ഓർഗനാണ് കോംബ് പ്ലേറ്റ്സ്. ഈ കോംബ് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ട് ആയിരിക്കാം പ്ലൂറോബ്രാക്കിയെ കോംബ് ജെല്ലി എന്നുകൂടെ വിളിക്കുന്നത്. Another specialized feature of this Pleurobrachia is presence of bioluminescence. Bioluminescence നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ. ഗ്ലോവം മിന്നാമിനിങ്ങിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ഇവിടെയും ലൈറ്റ് എമിഷൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ബയോലുമിനസൻസ്. ഈ മിന്നാമിനിങ്ങിൽ ഗ്ലോവോമിൽ ബയോലുമിനസൻസ് ഒരു ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെ ആക്ഷൻ കൊണ്ടാണ്. ആൻഡ് ദിസ് കെമിക്കൽ ലൂസിഫറിൻ ഈസ് ഡിഗ്രേഡഡ് ബൈ ദ ആക്ഷൻ ഓഫ് എൻ എൻസൈം ലൂസിഫറേസ്. ആ കെമിക്കൽ റിയാക്ഷന്റെ സമയത്താണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്ലൂറോബ്രാക്കിയയിലും ബയോലുമിനസൻസ് കാണുന്നുണ്ട്. മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. മെയിൽ ഫീമെയിൽ എന്ന് തനിയെ ഇല്ല. ആൻഡ് സെക്ഷുവൽ ഫെർട്ടിലൈസേഷൻ ഇസ് ഒബ്സർവ്ഡ്. റിപ്രൊഡക്ഷൻ ഇസ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ വിത്ത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. എന്താ ഈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ? മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഇസ് secreted outside the body, and fertilization is taking place outside the body. So it is external fertilization, and the development is indirect. Indirect എന്ന് പറയുമ്പോൾ ലാർവൽ സ്റ്റേജിന്റെ ഇടയിൽ മുട്ട വിരിഞ്ഞ് നേരെ അഡൽട്ടല്ല ആവുന്നത്, ഒരു ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയ ലാർവൽ സ്റ്റേജ് കാണുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് ഇൻഡിറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ഇത്രയാണ് പ്ലൂറോബ്രാക്കിയൻസിന്റെ ക്യാരക്ടേഴ്സ് ഓർ ദ ഫൈലം Ctenophora. ഒന്ന് ഓർത്തു നോക്കാം. They are marine animals, diploblastic, then radially symmetrical body, tissue level of organization, and their body have 8 comb plates which are locomotory in function. Then presence of bioluminescence, sexes are not separate. Then reproduction is sexual and fertilization is external, and the development is indirect with the presence of a larva. ഇത്രയും ക്യാരക്ടേഴ്സ് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ഇന്ന് ഇതുവരെ എന്തൊക്കെ ഫൈല പഠിച്ചത്? ഫൈലം പെറിഫറ, ഫൈലം സീലന്ററേറ്റ, ഫൈലം Ctenophora. 3 ഫൈലം പഠിച്ചു. എന്തൊക്കെ? ഫൈലം പെറിഫറ, ഫൈലം സീലന്ററേറ്റ ആൻഡ് ഫൈലം Ctenophora. Ctenophorയുടെ എക്സാമ്പിൾ ആണ് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്, പ്ലൂറോബ്രാക്കിയ. ക്ലിയർ? The fourth phylum is phylum Platyhelminthes. From the word itself it is clear. Platyhelminthes are nothing but they are flatworms. Flatworms ഇനെയെല്ലാം Platyhelminthes എന്ന ഫൈലത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Example
example is planaria. Planaria നമ്മൾ നേരത്തെ 10th പഠിച്ചതാണ്. ഫ്ലാറ്റ് വേം ആണ്. ഓർക്കുന്നുണ്ടാവും അല്ലേ? ഐ സ്പോട്ട് ഇൻ പ്ലനേരിയ 10th സെൻസ് ഓർഗൻസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. They have dorsoventrally flattened the body. They are bilaterally symmetrical with organ level of organization. Bilaterally symmetrical എന്ന് പറഞ്ഞാൽ the body ഒരു equal half ആയിട്ട് central line passing through the body. ഒരു സെൻട്രൽ ലൈൻ പാസ് ചെയ്ത് കഴിഞ്ഞ് ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ആൻഡ് ദേ ആർ മെയിൻലി പാരസൈറ്റ്സ്. അധിക പ്ലാറ്റിഹെൽമിൻതസും പാരസൈറ്റ്സ് ആണ്. സമ അക്വാട്ടിക്, ചിലത് അക്വാട്ടിക് ആണ്. ആൻഡ് ദ എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോറെഗുലേറ്ററി ഓർഗൻ ഇൻ പ്ലാറ്റിഹെൽമിൻതസ് ആർ ജനറലി കോൾഡ് ആസ് ഫ്ലെയിം സെൽസ്. ഫ്ലെയിം സെൽസിന്റെ പിക്ചർ നോക്കൂ നിങ്ങൾ. Flame cells. These flame cells are excretory and osmoregulatory in function. Sexes are not separate. Sexes are separate illa. Male, female, taniye illa. Both male and female are included in the same organism. So they are called as hermaphrodites. Padichittundallo. Then fertilization is internal and development is indirect. The presence of a larva. ഇത്രയാണ് features of phylum Platyhelminthes. ഒന്നുകൂടെ നോക്കാം. They have dorsoventrally flattened the body. They are bilaterally symmetrical. Many are parasites and they have organ level of organization. ചില ഓർഗൻസ് കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലനേരിയയുടെ കേസിൽ ഒരു ഹെഡ് പോലെ ഭാഗം കാണുന്നില്ലേ? സിഫിലൈസേഷൻ എന്ന് പറയും നമ്മൾ. ഫോർമേഷൻ ഓഫ് ഹെഡിന് എന്താ പറയുക? സിഫിലൈസേഷൻ. എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോറെഗുലേറ്ററി ഓർഗൻ ഇസ് കോൾഡ് ഫ്ലെയിം സെൽസ്. Sexes are not separate. Then fertilization is internal. Development is indirect. ഇത്രയാണ് പ്ലാറ്റിഹെൽമിൻതസിന്റെ ക്യാരക്ടേഴ്സ്. Now let us see examples one by one. First example is planaria. Picture നോക്കാം. Civilization കാണുന്നുണ്ടോ പ്ലനേരിയയിൽ? Planaria is well known for its regeneration capacity. ഒരു ചെറിയൊരു പീസ് ബോഡിനെ കട്ട് ചെയ്ത് നീക്കിയാൽ each piece will develop into a single organism. അത്രയും റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ജീവിയാണ് പ്ലനേരിയ. നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ലിവർ ഫ്ലൂക്ക്. സ്ക്രീനിൽ നോക്കൂ നിങ്ങൾ. ലിവർ ഫ്ലൂക്കിനെ കണ്ടോ? അതിന് ലിവർ ഫ്ലൂക്കിന്റെ ക്യാരക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡൈജനറ്റിക് പാരസൈറ്റ്. എന്താ ഈ ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറയുമ്പോൾ? എ പാരസൈറ്റ് വിച്ച് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഇൻ 2 ഡിഫറെന്റ് ഹോസ്റ്റ്. ഇവിടെ ലിവർ ഫ്ലൂക്ക് 2 ഹോസ്റ്റായ, ഒന്ന് ഷീപ്പ് ഓർ ഗോട്ട്, ചെമ്മരി ആടിലോ സാധാരണ ആടിലോ ആണ് പ്രൈമറി ആടോ ആണ് പ്രൈമറി ഹോസ്റ്റ്. ആൻഡ് ദ സെക്കൻഡറി ഹോസ്റ്റ് സ്നെയിൽ, ഒച്ച്. ഇങ്ങനെ 2 ഹോസ്റ്റിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ പാരസൈറ്റിനെ ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് വിളിക്കാം. ആൻഡ് സം ഓഫ് ദി ലിവർ ഫ്ലൂക്ക് ദേ അറ്റാക്ക് ഹ്യൂമൻ ബീങ്സ് ടു. സം ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. മറ്റൊരു സ്പീഷീസിലുള്ള ലിവർ ഫ്ലൂക്ക് ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിയിലും കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് സ്നെയിൽ അല്ലെങ്കിൽ ഫിഷ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെ നമ്മൾ ചൈനീസ് ലിവർ ഫ്ലൂക്ക് എന്നും വിളിക്കാറുണ്ട്. അത്തരത്തിലുള്ള ലിവർ ഫ്ലൂക്കിനെ. ഇത്രയും കാര്യം മനസ്സിലായോ ലിവർ ഫ്ലൂക്കിനെ കുറിച്ച്? The next example for phylum Platyhelminthes is Taenia solium or tapeworm. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ടേപ്വർമിന്റെ പിക്ചർ കണ്ടോ? Now let us see the features. It is also a digenetic parasite. ഇതും ഒരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. പോർക്ക് ടേപ്വർം എന്ന് പറയുന്നതാണ് ടീനിയ സോളിയം. ടീനിയ സോളിയം ഈസ് പോർക്ക് ടേപ്വർം. ഇതിന്റെ പ്രൈമറി ഹോസ്റ്റ് മാൻ ആണ്. ഹ്യൂമൻ ബീങ്സിന്റെ ഇന്റസ്റ്റൈനിൽ കാണും. സെക്കൻഡറി ഹോസ്റ്റ് കോപ്രോസോയിക് പിഗ്. കോപ്രോസോയിക് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആ ടേം കണ്ടിട്ടുണ്ട്. ഫീക്കൽ മാറ്റർ ഫീഡ് ചെയ്യുന്ന ജീവികൾ, പിഗ് ഒക്കെ, പന്നി. Another species of Taenia solium is Taenia saginata. Taenia saginata. ഇതിനെ പൊതുവായി പറയാം ബീഫ് ടേപ്വർം എന്നാണ്. The primary host is man, secondary host is cat. ഇത്രയാണ് പ്ലാറ്റിഹെൽമിൻതസിന് എക്സാമ്പിൾസ് നമ്മളൊക്കെ പഠിക്കാനുള്ളത്. പ്ലനേരിയ, ലിവർ ഫ്ലൂക്ക്, ടേപ്വർം. The next phylum is phylum Ascalminthus, also called as Nemathelminthus. ആദ്യകാലങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിമാത്തൽമിൻതസ് എന്നുകൂടെ പറയുമായിരുന്നു. ആൻഡ് ജനറലി ദേ ആർ നോൺ ആസ് ബ്ലാഡർ വേം ഓർ റൗണ്ട് വേം. റൗണ്ട് വേം എന്നാണ് പോപ്പുലർലി അറിയപ്പെടുന്നത്. ഈ ഹെൽമിന്ത് എന്ന വാക്കിന്റെ അർത്ഥം വേം എന്നാണ്. അതുകൊണ്ടാണ് പ്ലാറ്റിഹെൽമിൻതസ്
flat worms. Ascalminthus, round worms. So the meaning of helminthus, worm. The best example for Ascalminthus is Ascaris lumbricoides. Round worm in generally popularly അറിയപ്പെടുന്നതാണ് Ascaris എന്ന worm. ഇതിന്റെ features ആദ്യം നോക്കാം. They are some are aquatic, some are terrestrial, some are parasites. Aquatic ആണ്, വെള്ളത്തിൽ കാണുന്നതാണ്. ചിലത് terrestrial ആണ്, ലാൻഡിൽ ജീവിക്കുന്നതാണ്. ചിലത് parasites ആണ്. Their body is bilaterally symmetrical. Bilaterally symmetrical എന്താണെന്ന് അറിയാലോ? They are triploblastic animals. 3 germ layers ഉണ്ട്. They have organ level of organization. Organs കാണുന്നുണ്ട്. Moreover, they are pseudocoelomates. Pseudocoelomates in example Ascalminthus ആണ്. Round worms ആണ്. അത് മറക്കരുത്. Pseudocoelomate എന്താണെന്ന് അറിയാലോ? False coelom. Coelom ഫ്ലാറ്റ് വേംസിന് സീലോം ഒട്ടുമില്ല, അവർ അസീലോമേറ്റ് ആണ്. റൗണ്ട് വേംസിന് സീലോം ഫാൾസ് സീലോമാണ്. സീലോമിന്റെ കാവിറ്റിയിൽ പൗച്ചസ് കാണാൻ പറ്റും, നമുക്ക് പഠിച്ചതാണ്. ഇവർ സ്യൂഡോസീലോമേറ്റ്സ് ആണ്. സെക്സസ് ആർ സെപ്പറേറ്റ്. മെയിലും ഫീമെയിലും തനിയെ തനിയെ ഉള്ളതുകൊണ്ട് സെക്സസ് ആർ സെപ്പറേറ്റ്സ് എന്ന് പറയാം. സെപ്പറേറ്റഡ്. ദെൻ ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ശരീരത്തിനകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഇസ് ഇൻഡിറക്റ്റ്. ലാർവൽ സ്റ്റേജ് ഉള്ളത് കൊണ്ട് ഇൻഡിറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവിടെ കാണുന്നത്. ഇതാണ് ആസ്കൽമിന്തസിന്റെ ഫീച്ചേഴ്സ്. ഒന്നുകൂടെ ഓർത്ത് നോക്കാം. മെറൈൻ, ടെറസ്ട്രിയൽ ഓർ പാരസിറ്റിക്, ബൈലാറ്ററലി സിമെട്രിക്കൽ ബോഡി, ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് with a pseudocoelomate and organ level of organization. Then sexes are separate. Aanu vereyanu, pennu vereyanu. Fertilization is internal, development is indirect. ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ജനറലി കോൾഡ് റൗണ്ട് വേംസ് ഓർ ബ്ലാഡർ വേം. ആസ്കൽമിന്തസിനെ പൊതുവായി എന്താ വിളിക്കുക? റൗണ്ട് വേം അല്ലെങ്കിൽ ബ്ലാഡർ വേം. Now let us see the examples one by one. Examples പിക്ചറോട് കൂടി നമുക്കൊന്ന് നോക്കാം. First example is Ascaris lumbricoides. Features നോക്കിക്കോളൂ നിങ്ങൾ. See the picture on the screen. Ascaris lumbricoides. The male is smaller than the female. Male female കാണുന്നുണ്ടോ? വലുത് ഫീമെയിൽ ആണ്, ചെറുത് മെയിൽ ആണ്. Another example is dungworm, Rhabditis. The third example is Ancylostoma, hookworm. Ancylostoma or hookworm. Fourth example is pinworm or seatworm. Seatworm, krimi എന്ന് നമ്മൾ പറയും ജനറൽ വീട്ടിലൊക്കെ അല്ലേ? Pinworm അല്ലെങ്കിൽ seatworm അല്ലെങ്കിൽ threadworm എന്നൊക്കെയാണ് ഇതിന്റെ പേര്. One more example. Another example is whipworm. Whipworm. It is seen in the cecum or colon of children. കുട്ടികളുടെ കോളനിൽ ഒക്കെ കാണുന്നതാണ്. അത് ഹ്യൂമൻ ബീങ്സിൽ ഇതൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ തന്നെ മോണോജെനറ്റിക് പാരസൈറ്റ്സ് ആണ്. ആസ്കാരിസ് ആയാലും ഹൂക്ക്വേം ആയാലും പിൻവേം ആയാലും ദെൻ ദിസ് വിപ്വേം, ഇതൊക്കെ മോണോജെനറ്റിക് പാരസൈറ്റ് ആണ്. എന്താണ് മോണോജെനറ്റിക് പാരസൈറ്റ്? ദ പാരസൈറ്റ് വിച്ച് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഇൻ സിംഗിൾ ഹോസ്റ്റ്. ഒരേ ഒരു ഹോസ്റ്റിൽ ജീവിതം ലൈഫ് സൈക്കിൾ കഴിയുന്ന പാരസൈറ്റ്സിനെ മോണോജെനറ്റിക് പാരസൈറ്റ് എന്ന് വിളിക്കാം. ഇത്രയും. ഇനി ആസ്കൽമിന്തസിൽ തന്നെ ഡൈജനറ്റിക് പാരസൈറ്റ് ഉണ്ട്. അതേതാണെന്ന് നോക്കാലോ. Wuchereria bancrofti. Wuchereria bancrofti is otherwise known as filarial worm. Filarial worm നമ്മൾ മന്ത് എന്ന് പറയും. നമ്മളെ നാട്ടിലൊക്കെ കൊളോക്കിയലി എന്താ പറയുക, മന്ത് രോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എലിഫന്റിയാസിസ് എന്നൂടെ ഇംഗ്ലീഷിൽ ജനറലി പറയും. ഇതൊരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. പ്രൈമറി ഹോസ്റ്റ് ഇസ് മാൻ ആൻഡ് സെക്കൻഡറി ഹോസ്റ്റ് ഇസ് ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ. സെക്കൻഡറി ഹോസ്റ്റ് ഇസ് ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ. എലിഫന്റിയാസിന്റെ സിംറ്റം എന്താണെന്ന് അറിയോ? ദ worm blocks the lymph vessel or lymphatic duct. lymph vessel അല്ലെ lymphatic ductil worm വന്ന് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് എലിഫന്റിയാസിസ് സോളൻ ലിംഫ് തടിച്ചു കൂടിയിട്ട് കാലൊക്കെ വീർത്ത് നിൽക്കും. അതാണ് എലിഫന്റിയാസിസ് എന്ന് പറയാൻ കാരണം. So let us recall what we learnt today. ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്ന് ഒന്ന് ഓർത്ത് നോക്കാലോ. 3 ഫൈലം പഠിച്ചു. ഇന്ന് 3 ഫൈല പഠിച്ചു. എന്തൊക്കെയാ? ഫൈലം ടീനോഫോറ, പ്യൂറോബ്രാക്കിയ എക്സാമ്പിൾസ്. അതിൽ പ്രധാനം പഠിക്കാനുള്ളത് കോംബ് പ്ലേറ്റ് ആണ്, ലോക്കോമോട്ടറി ഓർഗൻ, ബയോലുമിനസെൻസ് ഒക്കെ ഉണ്ട്. അടുത്ത ഫൈലിൽ നിന്ന് പഠിച്ചത് എന്താണ്?
ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ഫ്ലാറ്റ് വേംസ്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഓർത്ത് നോക്കണേ. പ്ലനേരിയ, ലിവർ ഫ്ലൂക്ക്, ടീനിയ സോളിയം ഓർ ടേപ്പ് വേം, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ദ തേർഡ് ഫൈലം വി ലേൺഡ് ടുഡേ ഈസ് ആസ്കൽമിന്തസ് ഓർ റൗണ്ട് വേം, ബ്ലാഡർ വേം എന്നൊക്കെ പറയുന്നത്. ആസ്കാരിസ് പോലുള്ള ദെൻ ഹൂക്ക് വേം, പിൻ വേം, ഇതൊക്കെ തന്നെ മോണോജെനറ്റിക് പാരസൈറ്റ് ആണ്. വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന ഫൈലേറിയൽ വേം ഡൈജെനറ്റിക് പാരസൈറ്റ് ആണ്. ഈ വ്യത്യാസങ്ങളും കൂടെ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. I hope it is clear for you. We will see in the next class. Thank you. Thank you for watching.